നമസ്കാരം. സുഭാഷിതം ഡിജിറ്റൽ ചാനലിലേക്ക് സ്വാഗതം. ഇന്ത്യ എന്നത് കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള ഒരു വൈവിധ്യമാണ്. വൈവിധ്യങ്ങളുടെ നാടാണ്. യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റിയാണ് ഇന്ത്യയുടെ സൗന്ദര്യം, മനോഹാരിത. ഞാനിത് പറയാൻ കാരണം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ 1947 സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ പാകിസ്ഥാനും ഇന്ത്യയുമായി രണ്ടായി മാറിയതിന് ശേഷം കുറേ അധികം മുസ്ലിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോയി, കുറേ അധികം ഹിന്ദുക്കളും പോയി. ഹിന്ദുക്കളിൽ നല്ലൊരു ഭാഗം അവിടെ നശിച്ചു, അല്ലെങ്കിൽ തിരിച്ചു വന്നു, അല്ലെങ്കിൽ ഇപ്പോഴും വന്ന് അഭയാർത്ഥികളായിട്ടൊക്കെ നടക്കുന്നു. ഹിന്ദുക്കളുടെ കാര്യം പോക്കായിരുന്നു. പക്ഷേ പാകിസ്ഥാനിൽ പോയ മുസ്ലിംസ് അവിടെ ജീവിക്കുന്നു, അത് അവരിൽ നിന്ന്. പക്ഷേ അത് കുറേ അധികം പാകിസ്ഥാനികൾ ഇന്ത്യയിൽ ജീവിച്ചു, ഇന്ത്യയിൽ തന്നെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് കാശ്മീരിലും പഞ്ചാബിൽ സിഖുകാരാണ്. കാശ്മീരിലും മറ്റ് ബോർഡർ സംസ്ഥാനങ്ങളിലുമൊക്കെ ധാരാളം മുസ്ലിങ്ങൾ താമസിക്കാൻ തുടങ്ങി. അവർ ഇന്ത്യയുടെ ഭാഗമായി തന്നെ പ്രവർത്തിക്കുവാനും താമസിക്കുവാനും തുടങ്ങി. അങ്ങനെ ഇന്ത്യ വളരുകയായിരുന്നു. വളർന്നു വന്നപ്പോഴും കാശ്മീരിനൊരു പ്രത്യേക പദവി ഉണ്ടായിരുന്നു. ആർട്ടിക്കിൾ 370 പ്രകാരം ഭരണഘടനാ പദവി നേരത്തെ കൊടുത്ത അനുസരിച്ച് അവർക്കൊരു പ്രത്യേക പദവി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ പതാക അവിടെ ഉയർത്തില്ലായിരുന്നു, ഇന്ത്യയുടെ ദേശീയ ജനഗണമന ചൊല്ലില്ലായിരുന്നു, വന്ദേ മാതരം പാടില്ല. അങ്ങനെ വേറൊരു പ്രത്യസ്ത, ഇന്ത്യക്കകത്ത് തന്നെ ഒരു സംസ്ഥാനം, വേറൊരു എൻറ്റിറ്റി ആയിട്ടാണ് അവർ നിന്നത്. പക്ഷേ അതിനെല്ലാം മാറ്റം വരുത്തിക്കൊണ്ട് ആർട്ടിക്കിൾ 370 പിൻവലിച്ചപ്പോൾ വളരെ കൃത്യമായി കാര്യങ്ങൾ വന്നു. കാശ്മീരിന് സംസ്ഥാന പദവിയും ലഡാക്കിന് കേന്ദ്രഭരണ സംവിധാനമൊക്കെ വന്നു. ഇത് വന്നതിനെതിരെ വലിയ പ്രക്ഷോഭമാണ് അവിടെ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ പ്രക്ഷോഭം 10 ദിവസത്തോളം സോനം ബാശികി എന്ന് പറയുന്ന പരിസ്ഥിതി പ്രവർത്തകൻ്റെ വളരെ ആവേശകരമായ നിരാഹാര സമരമുണ്ടായിരുന്നു. അദ്ദേഹം പെട്ടെന്ന് പക്ഷെ നിർത്തുകയും അത് കലാപത്തിലേക്ക് പോവുകയും ചെയ്തു. അതിൻ്റെ പിന്നിൽ കോൺഗ്രസ് ആണ്, ഒരു ഗൂഢാലോചനയാണെന്നാണ് BJP പറയുന്നത്. പ്രത്യേകിച്ച് ഈ വിഷയം, അവർക്ക് സ്വയംഭരണം വേണമെന്നോ ഒരു സംസ്ഥാനം വേണമെന്നോ, ലഡാക്കിന് ഒന്നിൽ ഒരു സ്വയംഭരണം ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ഒരു സംസ്ഥാനം അവർക്ക് ആവശ്യമുണ്ടെന്നുള്ള അവരുടെ ഡിമാൻഡ് ചർച്ച ചെയ്യാനായിട്ട് കേന്ദ്ര ഗവൺമെൻറ് ഇരിക്കുന്ന സമയത്താണ് വളരെ ഗൗരവമായി ഇങ്ങനെ ഒരു വിഷയം കയറി വന്നിരിക്കുന്നത്. 4 പേരാണ് കൊല്ലപ്പെട്ടത്. നിരവധി BJP ആഫീസുകൾ അടിച്ചു തകർത്തു. നിരവധി യുവാക്കളാണ് പ്രധാനമായി. കാരണം ആസാമിൽ ഇതുപോലെ പ്രഫുല്ലകുമാർ മുകുന്ദയുടെ നേതൃത്വത്തിൽ ആസാമിൽ ഇതുപോലെ നേരത്തെ കലാപം നടന്നിട്ടുണ്ട്. അരവിന്ദ് കെജ്രിവാളിൻ്റെ നേതൃത്വത്തിൽ അത് കലാപമല്ല, മറ്റൊരു തരത്തിലുള്ള പൊട്ടിപ്പുറപ്പെടൽ എവിടെ വന്നു, നമ്മുടെ ഡൽഹിയിൽ വന്നു. ഇങ്ങനെ പല സ്റ്റേറ്റുകളിലും വരാറുണ്ട്. വ്യക്തികളെ അധിഷ്ഠിതമാക്കിക്കൊണ്ടുള്ള, പ്രശ്നാധിഷ്ഠിതമായിട്ടുള്ള ജനങ്ങളുടെ സംഘടിക്കലും സംഘർഷവും കലാപവും വരുന്നുണ്ട്. ലഡാക്കിൽ എന്തായാലും വളരെ ഗൗരവമായ കലാപത്തിലേക്കാണ് പോയിരിക്കുന്നത്. ഇതിൽ വലിയ ഗൂഢാലോചനയാണ് BJP ആരോപിക്കുന്നത്. പ്രത്യേകിച്ച് ഈ വിഷയങ്ങളെ സംബന്ധിച്ച് അവിടെ സമരത്തിൽ നിൽക്കുന്ന ആളുകളുമായി ചർച്ചയ്ക്ക് വച്ചിരിക്കുന്ന സമയത്ത് ചർച്ച നടക്കരുത് എന്നുള്ള രീതിയിൽ തന്നെ വലിയ കലാപം അഴിച്ചുവിട്ടിരിക്കുന്നു. ഇത് പ്രത്യേക ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക. അത് പാകിസ്ഥാൻ ബോർഡറാണ്, നമ്മൾ കാശ്മീരിനാണ്. ലഡാക്ക് എന്ന് പറയുന്നത് ഇന്ത്യക്കകത്ത് മധ്യ ഇന്ത്യയിൽ കിടക്കുന്നതോ അല്ലെങ്കിൽ തെക്കേ ഇന്ത്യയിൽ കിടക്കുന്ന ഒരു സ്ഥലമല്ല. അപ്പോൾ അതിൻ്റേതായ പ്രതിസന്ധികളുണ്ട് ഇത് പരിഹരിക്കാൻ. പ്രത്യേകിച്ച് ബോർഡറാണ്, അതിർത്തി പ്രദേശമാണ്. അപ്പോൾ ലഡാക്കിൽ സൈന്യത്തിൻ്റെയൊക്കെ ഇടപെടലും ഒക്കെ ഉണ്ട് വലുതായിട്ട്. അപ്പോൾ ഇപ്പോൾ ആർട്ടിക്കിൾ 370 പിൻവലിച്ചതിന് ശേഷം സമാധാനത്തിലേക്ക് വരുമായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന കാശ്മീരി പണ്ഡിറ്റുകൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോയെങ്കിൽ അവരെല്ലാം തിരിച്ചു വന്നു. കാശ്മീരിൽ ഹിന്ദു ക്ഷേത്രം തുറന്നു, പണ്ഡിറ്റുകൾക്ക് വേണ്ടി ക്ഷേത്രം തുറന്നു. അവർ പഹൽഗാമിലെ 26 പേരെ, സഹോദരങ്ങളെ, ഇന്ത്യയിലെ 26 പുരുഷന്മാരെ സ്ത്രീകളുടെ മുന്നിൽ വെച്ച്, ഭാര്യമാരുടെ, സഹോദരിമാരുടെ, അമ്മമാരുടെ മുന്നിൽ വെച്ച് സിന്ദൂരം വലിച്ചഴിച്ച്, സ്ത്രീകളുടെ നെറ്റിയിലെ സിന്ദൂരം വലിച്ചഴിച്ച് ഇവർ മുസ്ലിം ആണോ എന്ന് ഉറപ്പ് വരുത്താൻ ഉള്ള ഒരുപാട് ശ്രമങ്ങൾ നടത്തിയ ശേഷം കൊന്നുകളഞ്ഞു 26 പേരെ. അതിനെതിരെ കാശ്മീരിൽ മുസ്ലിം സമൂഹമടക്കം വലിയ പ്രതിഷേധവുമാണ് തീർത്തത്. അവർ ഭാരത് മാതാ കി ജയ് വിളിച്ച് ഇന്ത്യയുടെ ജനഗണമന പാടി അവർ തെരുവിലിറങ്ങി. കാശ്മീരിലെ മുഴുവൻ മുസ്ലിം സമൂഹവും സഹോദരങ്ങളും ഇന്ത്യയുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് നിൽക്കുന്ന വളരെ വർണ്ണമനോഹരമായ കാഴ്ച കാണുമ്പോഴാണ് വേറൊരു വിഷയം ഇപ്പോൾ കയറി ലഡാക്കിൽ വന്നിരിക്കുന്നത്. ഇന്ത്യ ഇങ്ങനെ തന്നെയാണ്. മണിപ്പൂർ തീരുമ്പോൾ അടുത്ത ലഡാക്കിൽ വരുന്നു. നേരത്തെ മണിപ്പൂറിന് മുമ്പേ ആസാമിലുണ്ടായിരുന്നു. ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലൊക്കെ അതൊരു അതിർത്തി സംസ്ഥാനങ്ങളായതുകൊണ്ട് തന്നെ അവിടെ ന്യൂനപക്ഷവും ഭൂരിപക്ഷവും തമ്മിൽ ഒരുപാട് വ്യത്യാസം ഇല്ലാതെ സമാസമം ജീവിക്കുന്നതായതുകൊണ്ട് ഒന്നുകിൽ ക്രിസ്ത്യാനികളെ ഇളക്കി വിടുക, അല്ലെങ്കിൽ മുസ്ലിംസിനെ ഇളക്കി വിടുക, അല്ലെങ്കിൽ സ്വയംഭരണം ചോദിക്കുക. നാഗാലാൻഡിൻ്റെ പ്രശ്നങ്ങളുണ്ട് അവിടെ. അങ്ങനെ ഓരോ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളും അവർക്കൊന്നുകിൽ സ്വയംഭരണം വേണം, അല്ലെങ്കിൽ സ്റ്റേറ്റ് വേണം. കാരണം കുറച്ച് ആളുകൾ കൂടെ വന്നു കഴിഞ്ഞാൽ കൃത്യമായവർ ഡിമാൻഡ് വയ്ക്കുന്ന രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് തീ കൊണ്ടുള്ള തല ചൊറിച്ചിലാണ്. കോൺഗ്രസ് അതിനകത്ത് ഉണ്ടോ എന്നാണ് BJP ആരോപിക്കുന്നത്. എന്തായാലും അവിടെ നടക്കുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് നമ്മൾ ഒന്നിനെയും ആക്ഷേപിച്ചുകൊണ്ട് വർത്തമാനം പറയാൻ നമുക്ക് കഴിയില്ല. പക്ഷേ എന്തായാലും അവിടുത്തെ പരിസ്ഥിതി രംഗത്തേക്ക് വേണ്ടി പരിസ്ഥിതി പ്രവർത്തകർ നടത്തിയ സമരം അവസാനം ഇത് വേറൊരു തലത്തിലേക്ക് മാറി.
അവിടുത്തെ ജനങ്ങൾ തെരുവിലിറങ്ങി, യുവാക്കളും യുവതികളും ഒക്കെ തെരുവിലിറങ്ങി വലിയ രൂപത്തിലാണ് കലാപം നടക്കുന്നത്. എന്തായാലും ലഡാക്ക് കലാപം ഇനി മറ്റൊരു മണിപ്പൂർ ആകുമോ അല്ലെങ്കിൽ ആസാം ആകുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. മണിപ്പൂരിൽ എത്ര കാലമായിട്ടാണ് ഈ സമരം നടക്കുന്നത്, ഇപ്പോൾ കലാപം നടന്നത്. അവസാനം പ്രധാനമന്ത്രി വരെ പോയി. അതുപോലെ അടുത്തിന് ലഡാക്കാണോ അടുത്ത് പൊട്ടിപ്പുറപ്പെടുന്നത്? ഇത് തന്നെയാണ് ഭാരതത്തിൻ്റെ ശാപം. കാരണം ഈ വൈവിധ്യമുള്ളത് കൊണ്ട് തന്നെ 140 കോടി ജനങ്ങൾ, ആയിരക്കണക്കിന് മതങ്ങൾ, ജാതികൾ, വിശ്വാസങ്ങൾ, പ്രമാണങ്ങൾ, ചിന്തകൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, വേഷവിധാനങ്ങൾ, ഭക്ഷണ രീതികൾ ഉള്ളത് കൊണ്ട് തന്നെ ജനങ്ങളുടെ ഇടയിൽ കൃത്യമായി ജാതിയും മതവും പ്രാദേശികവാദവും ഒക്കെ കുത്തിവെച്ചുകൊണ്ട് ജനങ്ങളെ ഇളക്കിവിടാൻ എളുപ്പമാണ്. അത് ദേശീയതയ്ക്കപ്പുറമുള്ള തർക്കങ്ങളായി മാറിയാൽ തീർച്ചയായിട്ടും രാജ്യത്ത് കലാപം തന്നെയായിരിക്കും വരിക. എന്തായാലും ലഡാക്ക് കലാപം ഒതുങ്ങുമോ, അത് പടരുമോ എന്നുള്ളതാണ് അടുത്ത കേരളവും ലോകവും കാത്തിരിക്കുന്ന പുതിയ രാഷ്ട്രീയ വിഷയം.